വെട്ട് മടാള് വെട്ട് വെട്ട് ഞാൻ കാണട്ടെ വെട്ടണത് വെട്ട് 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 മടാൾ എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ തൽക്കാൻ മാത്രം എന്നെ മക്കളും കൊല്ലാനാ വെട്ടി കൊല്ലാനാ എന്നാ വെട്ട് വെട്ട് ഇപ്പൊ വെട്ട് ധൈര്യമുള്ള പെണ്ണാണ് ഇപ്പൊ വെട്ട് ഇപ്പൊ വെട്ട് ആരാണ് മകളെ എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു കംപ്ലൈന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അവരൊരു നടപടി എടുത്തിട്ടില്ല FIR ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല കേസ് അവര് കേസെടുത്താലും പാവങ്ങളുടെ കൂടെ നിൽക്കില്ലല്ലോ പണമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുള്ളൂ അത് രണ്ടാളും കൂടി കയറി എന്റെ കഴുത്തിൽ ഇന്ന് എനിക്കറിയില്ലായിരുന്ന കഴുത്തിൽ കയറി പിടിച്ച എന്റെ സംഭവം ഞാൻ വിചാരിച്ചു വെള്ളം കുടിച്ചിട്ടൊക്കെ എന്റെ സൗണ്ട് മാറി കൊണ്ട് വരെയിരിക്കുന്നു ഇന്ന് ഞാൻ ഡോക്ടറെ പോയി ടെസ്റ്റ് ചെയ്തു ഉള്ളിൽ ടെസ്റ്റ് ചെയ്തപ്പോ ഈ സർജറിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ സൗണ്ടിന്റെ സംഭവം ഉണ്ടല്ലോ അവിടെ രണ്ട് ഭാഗത്ത് നീര് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു നല്ല റെസ്റ്റ് എടുത്തില്ല പറഞ്ഞു അടുത്ത സർജറി ചെയ്യേണ്ടി വരും ഷാജി സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും നീ കേസ് കൊടുത്തില്ല എന്ന് എന്റെ അടുത്ത് ഡോക്ടർ വെച്ചു ഞാൻ പറഞ്ഞു കേസെല്ലാം കൊടുത്തിട്ടുണ്ട് കേസൊന്നും എടുത്തിട്ടില്ല അവര് അവന്റെ ഉപ്പല്ല എന്നെ നോക്കണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളെ വളർത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ സൗണ്ടിലാണ് ഞാൻ ജീവിക്കുന്നത് ആ സൗണ്ടാണ് അവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളിന് എന്തെങ്കിലും അവര് ഇപ്പൊ ഇത്രയും ഞാൻ ക്ഷമിച്ച് അനുഭവിച്ച് നിക്കണത് തള്ളതിന് ഫുൾ സപ്പോർട്ടാണ് എന്നെ തല്ലുമ്പോഴോ എന്റെ കഴുത്ത് കയറി പിടിക്കുമ്പോഴോ ഒക്കെ കയറി നോക്കി നിക്കണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എന്റെ ആ സൗണ്ടിന്റെ സംഭവം ഇനി നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് കിട്ടണമെങ്കിൽ എനിക്ക് അടുത്ത സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു ഫുള്ള് റെസ്റ്റ് എടുക്കണം ഫുൾ വോയിസ് റെസ്റ്റ് വേണം ഷാജി എന്ന് പറയുന്നു ഞാൻ ഇവിടെ അല്ലേ കാണിച്ച തൃശ്ശൂർ ജൂബിലിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇപ്പൊ വൈകുന്നേരമാണ് പോയി ടെസ്റ്റ് ചെയ്തത് എനിക്കിങ്ങനെ സൗണ്ട് മാറി വരും എന്റെ സൗണ്ടേ വരുന്നില്ല അപ്പൊ ഞാൻ എന്താണാവോ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഷാജി അന്ന് പ്രശ്നം കഴിഞ്ഞല്ലേ നിന്റെ കഴുത്ത് കയറി പിടിച്ചതല്ലേ നിനക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവും നീ ഒന്ന് പോയി ഡോക്ടറെ കാണിക്കുന്നു അങ്ങനെ അവരുടെ കൂട്ടം കേട്ടിട്ട് ഞാൻ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോയി അപ്പോഴാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് സർജറി കഴിഞ്ഞിട്ട് ഉള്ളൊന്നും ഉണങ്ങിയിട്ടില്ല ഈ ഭാഗം ഒന്നും ഉണങ്ങിയിട്ടില്ല എനിക്ക് ഈ ഭാഗത്തൊക്കെ വേദന ഉണ്ട് എൻ്റെ ഈ സൗണ്ടിന്റെ രണ്ട് സൈഡ് നീര് വന്നിരിക്കുകയാണ് ഞാൻ ഡോക്ടർക്ക് പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്റെ മക്കളെ നോക്കണത് എന്റെ സൗണ്ട് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് സൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നീ എന്തായാലും റെസ്റ്റ് എടുക്കണം മോളെ റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സൗണ്ട് ഫുള്ളായിട്ട് പോകും ഷാജിദ് അടുത്ത വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഉമ്മയായിട്ടുള്ള അടിയും വഴക്കും അതിൻ്റെ ഒരു വീഡിയോ പ്രശ്നമായിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ട് വേറെ എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരുന്നു ആ സമയത്ത് ഇപ്പോൾ എനിക്ക് അവിടെ കഴുത്തിൽ സംസാരിക്കാൻ വയ്യ ഭയങ്കര നീരാണ് ആശുപത്രി പോയ സമയത്തുണ്ടെങ്കിൽ പറയുന്നത് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറയുന്നു പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തില്ല എന്ന് ഡോക്ടർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് കേസ് എടുക്കുന്നില്ല പണമുള്ളവരുടെ കൂടെയൊക്കെ അല്ലയോ പോലീസ് നിൽക്കുമെന്ന് പറയുന്നുണ്ട് ഓരോ ദിവസം ഷാജിദയ്ക്ക് ഓരോ പ്രശ്നങ്ങളാണ് നേരത്തെ ഇതിന് മുമ്പ് ഇങ്ങനെ കുടുംബക്കാരെ പറ്റി സഹോദരിയെ പറ്റി എല്ലാം ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അത് കൂടി ഓരോ ദിവസവും ആ പ്രശ്നങ്ങൾ കൂടി വരുവാണ് ഇപ്പോൾ റിയലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവർ ഈ പറയുന്നത് കൊണ്ട് തന്നെ കുറേയധികം പേർക്ക് ഇത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല വിശ്വസിക്കാനും വരെ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ ഇവർ പോലീസിൻ്റെ അടുത്തൊക്കെ പോയി ഇനിയിപ്പോൾ കേസ് കൊടുത്തൊക്കെ യഥാർത്ഥത്തിൽ കൊടുത്തതാണോ അതോ ഫേക്ക് ആണോ ഒന്നും അറിയാൻ പറ്റില്ല ഡോക്ടറിൻ്റെ അടുത്ത് പോയി സൗണ്ട് പോയി അതുപോലെ തന്നെ ഇതൊക്കെ അടിയുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ വീഡിയോയാണ് ഈ ഒരു ഉമ്മയായിട്ടുള്ള ഫൈറ്റ് എല്ലാം ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കുട്ടികൾ പിറവി നിൽപ്പുണ്ട് ആ കുട്ടികൾ ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവർ വളർന്നു വരുവാണ് അവർ ഇനി നേരിടുന്ന എന്തൊക്കെ ട്രോമയാണ് അവരിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ വളരുമ്പോഴത്തേനും അവരുടെ മനോനില എങ്ങനെയാണ് മാറുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഒരു ഷാജിദ് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാര്യം